ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന അത് തുടരുകയാണ്. ഭൂട്ടാൻ പട്ടാളം അവർ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വാഹനങ്ങളൊക്കെ ലേലത്തിൽ വിൽക്കുക എന്നുള്ളത് പതിവാണ്. അങ്ങനെ ലേലത്തിൽ വിറ്റ വാഹനങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കേരളത്തിലേക്ക് കടത്തുകയും ചെയ്തു. അങ്ങനെ DRIയുടെ കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കസ്റ്റംസ് ഇന്ന് ഈ താരങ്ങളുടെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത്. നികുതി അടയ്ക്കാതെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ താരങ്ങൾക്ക് ഇത് സാധ്യമായത് എന്നതിലേക്കാണ് ഇനി പരിശോധന കടക്കേണ്ടത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, ഇതിലിപ്പോൾ ഏത് തരത്തിലാണ് ഇതിന്റെ പരിശോധന? അത് വിശദമായി തന്നെ പോകേണ്ടതുണ്ട്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകൾ ഇത്തരം വാഹനങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടോ എന്നത് അറിയണം. ഈ വാഹനങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും ഷോറൂമുകളിലേക്കാണോ ഇത് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇതിന്റെ അന്വേഷണം പോകാനുണ്ട് അല്ലേ? അനുജ, തീർച്ചയായിട്ടും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടന്മാർക്ക് എന്തായാലും നേരിട്ട് വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് റോയൽ ആർമി ഉപേക്ഷിച്ച വാഹനങ്ങൾ നേരിട്ട് വാങ്ങി എടുക്കാനായിട്ട് കഴിയില്ല. അത് സ്വാഭാവികമായും വാങ്ങിയവർ, ടെൻഡറിൽ പങ്കെടുത്ത് വാങ്ങിയവർ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തുകയും അവിടെ നിന്ന് അത് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു മൂന്നാം കക്ഷിയിലൂടെ മാത്രമേ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. സ്വാഭാവികമായിട്ടും ആ മൂന്നാം കക്ഷി ആര്, അവർക്ക് ഈ ഇടപാടിലുള്ള പങ്ക് എന്ത്, അത് അവർ നികുതി അടച്ചാണോ ഈ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പിന്നീട് ഈ നടന്മാരെ എങ്ങനെ ഇവർ സമീപിച്ചു, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ ഒരു അന്വേഷണ വിഷയമാകും. മോട്ടോർ വാഹന വകുപ്പും ഈ വിഷയത്തിൽ ഇനി സ്വാഭാവികമായും അന്വേഷണം നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇത്തരം വിവരങ്ങളാണ്, നികുതി വെട്ടിപ്പാണ് കസ്റ്റംസും DRIയും അന്വേഷിച്ചതെങ്കിൽ ഇനി ഈ വാഹനത്തിന്റെ സപ്ലൈ ചെയിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തേണ്ടി വരും. എങ്ങനെ ഈ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തി, മലപ്പുറത്തെ ഗാരേജിലേക്ക് ആ വാഹനം എങ്ങനെ എത്തി, അവിടെ നിന്ന് എങ്ങനെ അത് കൊച്ചിയിലേക്ക് എത്തി, അത്തരം വിവരങ്ങൾ സ്വാഭാവികമായും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകളാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിലൊരു നികുതി കടത്തും കള്ളക്കടത്തും അടക്കമുള്ള വിഷയങ്ങളുണ്ട്. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് നിയമാനുസൃതമല്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസികൾ പോകുമ്പോൾ അത് ഇവിടെ എങ്ങനെ എത്തി, അതിനുള്ള പണം എങ്ങനെ ചെലവഴിച്ചു, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതല്ലേ? സ്വാഭാവികമായും അവർ ഇതിനെക്കുറിച്ച് അറിയാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വാഹനപ്രേമികളായ നടന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചവരാണ്, പ്രഖ്യാപിതമായി തന്നെ ഇടം പിടിച്ചവരാണ് ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഒക്കെ. ലോകത്ത് തന്നെ എവിടെ ഒരു പുതിയ വാഹനം ഇറങ്ങിയാലും അത് സ്വന്തമാക്കാൻ മത്സരിക്കുന്നവരുമാണ് അവർ. അത് എല്ലാവർക്കും അറിയാം, ആരാധകർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ അവരെ മോഹിപ്പിച്ച 2 വാഹനങ്ങൾ വന്നപ്പോൾ ഇടനിലക്കാർ സമീപിച്ചപ്പോൾ സ്വാഭാവികമായും അവർ വാങ്ങിയിരിക്കാം. അതുതന്നെയായിരിക്കാം ഇതിലും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് രാജ്യത്തേക്ക് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളാണ്. അതെന്തായാലും അവർ അറിയാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നേരത്തെ ഇൻകം ടാക്സും ഈ റവന്യൂ ഇന്റലിജൻസും അടക്കം പറയുന്നത് ഈ 2 നടന്മാരും നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായി നടപടികൾ സ്വീകരിക്കുന്നവരാണ്, മുൻകൂറായി പോലും നികുതി അടയ്ക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന 2 നടന്മാർ നിസ്സാരമായ നികുതി വെട്ടിപ്പ് നടത്തും എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇടനിലക്കാർ അവരെ കൃത്യമായി കുടുക്കിയിരിക്കാം. ആഡംബര വാഹനങ്ങൾ എത്തിയപ്പോൾ അവരുടെ വാഹനപ്രേമം മുതലെടുത്ത് അവർക്ക് ഇങ്ങനെ 2 വാഹനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അതായിരിക്കാം ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് നടന്മാരല്ല പ്രധാനം. രാജ്യത്തേക്ക് കള്ളക്കടത്തിലൂടെ വാഹനങ്ങൾ എത്തുന്നു, അതും മറ്റൊരു രാജ്യത്തെ സൈന്യം ഉപയോഗിച്ച വാഹനം കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, റീ രജിസ്ട്രേഷൻ നടക്കുന്നു. അത് ഈ മ്യാൻമറിൽ നിന്നാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്ക് വരെ അത് എത്തുന്നു, ഒരു തടസ്സവുമില്ലാതെ ഇവിടെ എത്തുന്നു. അത് 2 നടന്മാരുടെ കയ്യിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായും കാര്യമുണ്ട്. മൂന്നാമതൊരു വാഹനം കൂടി ഉണ്ട് എന്നതിന്റെ വിവരങ്ങളുമുണ്ട്. അങ്ങനെ രാജ്യത്താകമാനം ഇത്തരത്തിലേക്ക് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണോ DRIയുടെ കണ്ടെത്തൽ? ശ്യാം, അത് ആദ്യം ഭൂട്ടാനിൽ നിന്ന് വാഹനം ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവരുന്നു, അവിടെ വാഹനം രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം മറ്റിടങ്ങളിലേക്ക്, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഈ വാഹനം കൊണ്ടുവരും, വീണ്ടും റീ രജിസ്ട്രേഷൻ, ആ തരത്തിലേക്കാണോ ഇതിന്റെ തട്ടിപ്പ്? സ്വാഭാവികമായിട്ടും മ്യാൻമറിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന വാഹനങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഈ രജിസ്ട്രേഷൻ സംഘടിപ്പിക്കുകയും പിന്നീട് അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ഏകദേശം 40-അധികം വാഹനങ്ങൾ ഒറ്റഘട്ടത്തിൽ ഇങ്ങനെ എത്തിയെന്നും നേരത്തെ DRI കണ്ടെത്തിയിരുന്നു. അതിലാണ് 3 വാഹനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അത്തരത്തിൽ എത്ര വാഹനങ്ങൾ ഈ അന്വേഷണ സംഘം അറിയാതെ എത്തിയിട്ടുണ്ട്, മുൻപും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നതെല്ലാം പരിശോധനയുടെ ഘട്ടത്തിൽ മാത്രമാകും കണ്ടെത്താൻ സാധിക്കുക. ഏതായാലും വിവിധ RTO ഓഫീസുകളിലെ
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരപ്രകാരം കസ്റ്റംസ് കൊച്ചി RTO ഓഫീസിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് 2 നടന്മാരുടെയും വീടുകളിലേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ച് വിവരശേഖരണം നടത്തിയ ശേഷമാണ് DRIയിൽ നിന്നും വിവരം ലഭിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടന്മാരുടെ വീട്ടിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ആ വിവരത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഈ 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടി വരും. കാരണം അവിടെ ഈ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഇതിന്റെ ചേസ് നമ്പരും ഇതിന്റെ മറ്റു വിവരങ്ങളും കൃത്യമായി നൽകിയിരുന്നു. അത് ആര് നൽകിയിരുന്നു, ഈ നടന്മാരുടെ കയ്യിലേക്ക് എത്തുന്ന മുൻപ് എന്നുള്ള വിവരങ്ങൾ കസ്റ്റംസ് തേടിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കസ്റ്റംസിന്റെ അന്വേഷണം കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന നിർണായക വിവരം കൂടി പുറത്തു വരികയാണ്. 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കും എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് കസ്റ്റംസ് കൃത്യമായി നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചു. ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും അതിന്റെ ഇടനിലക്കാർ കൈമാറ്റം ചെയ്തവർ, രജിസ്ട്രേഷൻ എത്തിയവർ എന്നിവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി നടന്മാരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3ാമത്തെ പരിശോധന നടക്കുന്നത് ലിസി ആശുപത്രിക്ക് സമീപം അമിത് ചക്കലക്കൽ എന്ന് പറയുന്ന ഒരു നടന്റെ വീട്ടിലാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അവിടെയും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള വാഹനമാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും 3 സ്ഥലങ്ങളിലും ഒരേ സമയം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് കൊച്ചിയിൽ 3 ഒരേ സമയം പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നിസാൻ വാഹനം, പെട്രോൾ വാഹനം. അത് ദുൽഖർ സൽമാന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനമാണ്. കൂടാതെ പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ. ഈ 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കുമെന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കസ്റ്റംസിന്റെ വിശദമായ പരിശോധനകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.